നമ്മളിൽ പല ആൾക്കാരും അവരുടെ മടിയൊക്കെ മാറ്റി വെച്ച് അവരെ തന്നെ അവർ മോട്ടിവേറ്റ് ചെയ്ത് അവരെ തന്നെ അവരുടെ മൈൻഡ് കൺവിൻസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് ജിമ്മിലോട്ട് എത്തിച്ചിരുന്നത് അവരെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ പല ആൾക്കാർക്കും പല ഗോളായിരിക്കും. ചില പേര് സ്കിന്നി ടു വെയിറ്റ് ഗെയിൻ ആവാം, ചില പേര് ഫാറ്റ് ലോസ് ആവാം, അങ്ങനെയൊക്കെ. അപ്പോൾ അവർ ഈ പ്രോസസ്സിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് അവർ കുറേ ചെറിയ ചെറിയ പോസിറ്റീവ് ചേഞ്ചസ് അവർ എൻജോയ് ചെയ്യുന്നു. അതായത് അവർക്ക് ഉണ്ടാകുന്ന സ്ട്രെങ്ത് ലെവൽ ചേഞ്ച്, അവർക്ക് ഉണ്ടാകുന്ന വിസിബിൾ ചേഞ്ചസ്, അവരുടെ ഡ്രസ്സൊക്കെ അവർക്ക് സൂട്ട് ആവുന്നു. അങ്ങനെ ആ ഒരു പോസിറ്റീവ് ആൻഡ് ഹാപ്പി മൈൻഡ് സെറ്റ് ഉണ്ടാകുമ്പോഴത്തേക്കും ഇവർ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഹാപ്പി ആയിട്ട് ആ ഫാമിലി ഫംഗ്ഷനിലോട്ടോ അല്ലെങ്കിൽ ചില അബ്രോഡുള്ള ആൾക്കാരാണെങ്കിൽ നാട്ടിലോട്ട് വരുമായിരിക്കും. അപ്പോൾ കുറച്ച് നാട്ടുകാരും വീട്ടുകാരും കൂടെ കൂടിയിട്ട് കുറേ കാലമല്ലോ ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട് വല്ലാതങ്ങ് ക്ഷീണിച്ചല്ലോ, വല്ലാതങ്ങ് തടിച്ചു പോയല്ലോ, തടിയൊന്നും കുറഞ്ഞിട്ടില്ലല്ലോ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ബോഡി ഷേമിങ്ങും കളിയാക്കൽ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ ആൾക്കാർ ഡീമോട്ടിവേറ്റ് ആവും. എന്നാൽ ഈ പറയുന്ന ആൾക്കാർ ഇന്നേ വരെ ജിമ്മിൻ്റെ പടി ചവിട്ടാത്ത ആൾക്കാരായിരിക്കും, വർക്കൗട്ടിനെ പറ്റി ഒരു ധാരണയില്ലാത്ത ആൾക്കാരായിരിക്കും. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ജിമ്മിൻ്റെ പടി പോലും ചവിട്ടാത്ത ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ എന്തിനാണ് ഡീമോട്ടിവേറ്റ് ആവുന്നത്? അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെവി കേട്ട് ഈ ചെവിയിലേക്ക് കൂടെ പുറത്തോട്ട് വിടുക. ഒന്നാമത് ഈ കളിയാക്കുന്നതും ഈ നെഗറ്റിവിറ്റി പറയുന്നതും ഈ നെഗറ്റീവ് കമൻസ് വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അടിക്കുന്ന ആൾക്കാർ മൊത്തം ഒരു പണിയില്ലാതെയും ലൈഫിൽ ഒരു പർപ്പസ് ഇല്ലാത്ത ആൾക്കാരായിരിക്കും. ഇവർ പറയുന്നതൊക്കെ നമ്മൾ എന്തിനാണ് മൈൻഡ് ആക്കുന്നത്? ഇതൊക്കെ നമ്മൾ മൈൻഡ് കയറ്റി കഴിഞ്ഞാൽ നമ്മൾ നോർമൽ മനുഷ്യനായി പോകും. അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഓൾറെഡി ജിമ്മിൽ പോകുന്ന ഒരാൾ, അയാൾ ഒരു അഡ്വാൻസ് ലെവൽ ആളായിക്കോട്ടെ, അയാൾ ഒരിക്കലും ഒരു ബിഗിനറിനെ കളിയാക്കാൻ നിൽക്കില്ല. കാരണം അയാൾക്ക് വന്ന വഴികൾ, അയാളുടെ കഷ്ടപ്പാട് എല്ലാം അറിയാം. എപ്പോഴും കളിയാക്കുന്നത് ഈ ജിമ്മിനെ പറ്റി ഒരു നോളജോ അല്ലെങ്കിൽ ഒരു പണിയെടുക്കാത്ത ആൾക്കാരായിരിക്കും. സോ ഇവർ പറഞ്ഞത് നമ്മുടെ മൈൻഡാക്കാൻ നമ്മൾ പ്രോസസ്സ് എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ നോട്ട് ചെയ്തോ, മാർക്ക് മൈ വേർഡ്സ്, ഈ കളിയാക്കിയ ആൾക്കാർ തന്നെ നാളെ നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി കഴിയുമ്പോഴോ ഇവർ തന്നെ നിങ്ങളോട് ഫിറ്റ്നസ് ടിപ്പും ചോദിച്ച് വരും. സോ ഇവർ പറഞ്ഞിട്ട് ഡീമോട്ടിവേറ്റ് ആവാതെ കീപ് ഗോയിങ്. ഹാവ് എ ഗുഡ് ഡേ.